ഇരിട്ടി കണ്ണൂർ റൂട്ടിനെ വിറപ്പിക്കുന്ന ഒരു വെട്ടിക്കെട്ട് ഐറ്റം അജ്വ ആലിയ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ബസ്സാണ് കേട്ടോ. ഇതിൻ്റെ ഗ്ലാസിൻ്റെ മുകളിൽ സൂക്ഷിച്ച് നോക്കിയാൽ പവേർഡ് ബൈ ആലിയ ഗ്രൂപ്പ് എഴുതിയിട്ട് നിങ്ങൾക്ക് കാണാം. അജ്വ കൂടാണ്ട് ഹെന്ന ആലിയ എന്ന് പറഞ്ഞ വേറെ രണ്ട് വണ്ടി ഇവരിക്കുണ്ട്. ഇന്നത്തെ ലാസ്റ്റ് ട്രിപ്പ് ഓടാൻ വേണ്ടിയിട്ട് കണ്ണൂർ ബസ് സ്റ്റാൻഡിലെ ബസ്സുള്ളത്. വിളക്കൊക്കെ കൊളുത്തി ചന്ദനത്തിരിയെല്ലാം കത്തിച്ച് ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിലെ കറുത്ത കാര്യങ്ങൾ മറ്റാരെയല്ല, ഇതിൻ്റെ സാരഥിയായ നിധിയേട്ടൻ്റെയാണ്. നിധിയേട്ടനെ പരിചയപ്പെട്ട കഥയെല്ലാം വൻ കോമഡിയാണ്. അത് പറഞ്ഞു തീരണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്നും മതിയാവില്ല. ബസ്സിൻ്റെ ഇൻറ്റീരിയർ കണ്ടോ നിങ്ങൾ? ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിലായിട്ട് ആദ്യം ഇതിൻ്റെ ഒരു മനോഹരമായ ഫോട്ടോയും ഭഗവാൻ ലൈറ്റും കാര്യങ്ങളിലുണ്ട്. ടോപ്പ് ലൈറ്റും വർക്കും കാര്യങ്ങളിലും ഒരു രക്ഷയില്ല, പൊളിയെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ എടുത്തു വരേണ്ട ഒരു കാര്യമാണ് നീറ്റ്നെസ്. സീറ്റും പ്ലാറ്റ്ഫോമും കാര്യങ്ങളും നിങ്ങൾ നോക്കിയട്ടെ. രാവിലെ മുതൽ സർവീസ് നടത്തുന്ന ബസ്സാണെന്ന് പറയേയില്ല. നിധിയേട്ടന് കൂട്ടായിട്ട് കണ്ടക്ടർ അനിയേട്ടനും ക്ലീനർ സനിമാഷും ഉള്ളത്. അവരെ മൂന്നാളെയും എടുത്ത് അഭിനന്ദിക്കണം കേട്ടോ. ഇതുപോലുള്ള തൊഴിലാളികൾ ഉണ്ടെങ്കിൽ മുതലാളിക്ക് ധൈര്യമായിട്ട് സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ബസ് ട്രാക്കിലേക്ക് നിധിയേട്ടൻ മെല്ലനെ എടുത്തു വെക്കുന്നുണ്ട്. രാവിലെ 7:05 ഇരിട്ടിക്കുന്ന ഫസ്റ്റ് ട്രിപ്പ് പുറപ്പെടുക. 8:20 ലാസ്റ്റ് ഹോൾട്ടും ആവും. രാവിലെ 7:05 വരവ് 1:30 വരവാട്ടാണ്. ഞാൻ കല്യാണി ബസ് എടുക്കുമ്പോൾ അത് സ്ഥിരം കാണുന്നതാണ്. അങ്ങനെ അജ്വാൻ്റെ അധിപനായ നിധിയേട്ടൻ പതിയെ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്നേരാണ് ഹരിശ്രീയിലെ കണ്ടക്ടർ കുട്ടും സനിമാഷും കൂടി നിധിനോട് എന്തെല്ലോ കഥ പറയുന്നത്. ടൈമിങ്ങിൻ്റെ എന്തെല്ലോ പ്രശ്നമാണ്. തൊട്ടപ്പുറത്ത് പോളി വിളിച്ച് പറയുന്നുണ്ട്, അതേപ്പം നീ അജ്വാൻ്റെ വീഡിയോയിൽ എടുക്കും, നമ്മളൊന്നും എടുക്കൂലല്ലോ. പോളിക്ക് സങ്കടമാണ്ടെന്ന് വെച്ചിട്ട് പോളിനെയും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പാവം ചക്കനല്ലേ. ഇതാണ് അജ്വാൻ്റെ പുറം കാഴ്ച. മനോഹരമായ ലൈറ്റിങ്ങും കാര്യങ്ങളായിട്ട് എന്ത് രസമല്ലേ കാണാൻ. ശിവേട്ടൻ അനിയുടെ സ്ഥിരം കണ്ടക്ടർ. ഇന്നാണ് അനിയേട്ടൻ കയറിയത്. ഇതാണ് കണ്ടക്ടർ അനിയേട്ടൻ. എന്ത് നല്ല മനുഷ്യനാണ്, നല്ല വൈബ് മനുഷ്യനാട്ടാ. അങ്ങനെ 7:05 ബസ് മെല്ലന കണ്ണൂരിൽ നിന്ന് ഇരിട്ടിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാരിലുണ്ട്. എൻ്റെ മുന്നിൽ പോകുന്ന 2 ബസ് ഓടിയിട്ടില്ല. ബസ് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തെത്തിയിട്ടാണ് ഒരു KSRTC വന്നിട്ട് വട്ടം ചാടിയത്. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് വെച്ചാൽ ബസ് സ്റ്റാൻഡിലേക്ക് കയറി പോകുന്ന വഴിയിലൂട്ടിയാണ് ഈ KSRTC ഇറങ്ങി വന്നിട്ടുള്ളത്. ഇതുപോലെ പ്രൈവറ്റ് ബസ് എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേസായി, ഗുലുമാലായി, ഫൈനായി, എന്തെല്ലാം പ്രശ്നം ഉണ്ടാവും. KSRTC ആയതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ നിധിയേട്ടനും ഞാനും മെല്ലനെ മുന്നോട്ട് പ്രയാണം തുടങ്ങിയിട്ടുണ്ട്. അശോക് ലാലിൻ്റെ ഒരു കിട്ടിക്കാച്ചി ആയിട്ടാണ് കേട്ടോ ഇത്. അല്ലെങ്കിൽ ലാലിൻ്റെ ബസ്സിനോട് എനിക്ക് പണ്ടേ പ്രിയം കുറച്ച് കൂടുതലാണ്. എന്നാണെന്നറിയില്ല, ഓടിക്കാൻ നല്ല സുഖമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് നിധിയേട്ടൻ്റെ ഡ്രൈവിംഗ് സ്കില്ല്. ഒരു രക്ഷയില്ല, അസാധ്യമായ ഡ്രൈവിംഗ് സ്കില്ലുള്ള മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ കണ്ണൂരിൽ നിന്ന് ഇരിട്ടിയിലേക്കോ ഇരിട്ടിയിൽ നിന്ന് കണ്ണൂരിലേക്കോ യാത്ര ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും അജ്വേൽ കയറിയിട്ട് ആ യാത്രയൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. ആകപ്പാടെ 4 ചാലയേ ഉള്ളെങ്കിലും നിലം പായുന്ന 4 ചാലാണത്. അമ്മാതിരി പാച്ചിലായിരിക്കും. മുന്നിൽ പോകുന്ന വണ്ടീനെല്ലാം ചിലപ്പം പാസ്സാക്കിയിട്ടായിരിക്കും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. അങ്ങനെ പഴയ ബസ് സ്റ്റാൻഡിലും കഴിഞ്ഞേരം അത്യാവശ്യം ആൾക്കാരൊക്കെ ആയിട്ടുണ്ട്. മുന്നിൽ 2 ബസ്സില്ല എന്ന് പറഞ്ഞല്ലോ. കൃതി ഓടിയിട്ടില്ല, സ്റ്റേറ്റ് ഓടിയിട്ടില്ല. കണ്ണൂർ ദസറ ആയതുകൊണ്ട് തന്നെ ടൗൺ മൊത്തം ലൈറ്റ് വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ കാൾടെക്സ് നിധിയേട്ടനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാൻ വീട്ടിലേക്കും പോയി. അജ്വിൻ നിധിയേട്ടനും നേരെ ഇരിട്ടിയിലേക്കും പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും അജ്വനെ ഫോളോ ആക്കുക, അതുപോലെ തന്നെ എന്നെയും ഫോളോ ചെയ്യുക. ടാറ്റ ബൈ ബൈ.